ആരും പേടിക്കണ്ട. വേട്ടക്കാരൻ വളഞ്ഞപടി ബാലൻ ചേട്ടൻ പുലിയെ പിടിക്കാൻ വന്നിട്ടുണ്ടടാ. ബാലൻ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. പുലിയുടെ കാര്യം കട്ടപ്പുക. ബാലൻ എടുത്തുകൊണ്ട് നമുക്ക് കാണാം. അതാണ് നാട്ടുകാരെ ഓടി വരണേ, നാട്ടുകാരെ ഓടി വരണേ, ഞങ്ങളുടെ കിണറ്റിൽ പുളി വീണ് കിടക്കുന്നു. അച്ഛാ ഇത്തരം വഴി ഓടി വരിൻ, ഓടി വരിൻ. തങ്കം, തങ്കം, എന്തിനാണ് അവളെ നിലവിളിക്കുന്നത്? അത് നമ്മുടെ കിണറ്റിൽ ഒരു പുളി വീണ് കിടക്കുന്നു. ഓ, അത് ശരി. അപ്പോ ഇന്നലത്തെ മീൻകറിക്ക് പുളിയില്ലാഞ്ഞത് അങ്ങനെയാണ്. ഉള്ളതെല്ലാം എടുത്ത് കിണറ്റിലിട്ടിരിക്കും. പൈസയുടെ അഹങ്കാരം. അതല്ല പറഞ്ഞത്, ഇത് മൃഗപ്പുലി ഗറ. രാജശേഖരൻ തമ്പിയുടെ കിണറ്റിൽ വീടാൻ ഏത് ധൈര്യത്തിനാണ് പുളിയുള്ളത്? അയ്യോ, ഏത് പുളിക്കാണ് ധൈര്യമുള്ളത്? അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കളയാം. അയ്യോ, പുളി! ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്? ശരിയാണല്ലോ, അത് തന്നെയാണല്ലോ പറഞ്ഞത്. അച്ഛാ, പുലി എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. ഞാൻ ഈ പുലിയെ എടുക്കും. ആരാണ് സപ്പ നിന്ന് കൂമുന്നെ കാടിനെ പോലെ? നിനക്കങ്ങനെ തന്നെ വേണപ്പെടാ രാജശേഖരൻ തമ്പി. നിന്റെ കിണറ്റിൽ പുളിവുകളില്ലേടാ. ഈ നാട്ടിൽ സൈക്കിളുള്ള ഒരേ ഒരു മുതലാളി ഞാൻ മാത്രമാണ്. അങ്ങനെ കാശുകാരന്റെ വീട്ടിലെ കിണറ്റിൽ പുളിയല്ലടാ, ആണയും വീടും നിനക്കെന്താടാ? കിണറ് കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഉപകാരവും ഇല്ലല്ലോടാ. പുളി വീണ് കണക്കായി പോയടാ രാജശേഖരൻ തമ്പി. ഓടാ സപ്പ. അച്ഛാ, 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ട. അസംബന്ധം പറയാതെ തങ്കം. കുടത്തിന്റെ വാ മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വെള്ളമൊടിക്കുന്നത്? അതല്ല പറഞ്ഞത്, നാട്ടുകാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലെന്ന്. പുളിയെ എങ്ങനെയാണ് പിടിക്കുന്നത്? ഞാൻ പിടിക്കും. ഈ വലയിട്ട് പിടിക്കാൻ അത് മീനല്ല, പുളിയാണ്. അങ്ങനെ പറയല്ലേ. ഞാൻ വലയിട്ട് പിടിച്ചതാണ് പലതും ഇവിടെ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പിടിക്കും. പുളിയും പോയി, വളയും പോയി. ഇനി എന്ത് ചെയ്യും? തങ്കം, എന്താണ് നമ്മൾ ഇനി ചെയ്യുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. ഇനിയും നമുക്ക് വേട്ടക്കാരൻ സേട്ടനെ വിളിക്കണം. ആരാണ് അയാൾ? വേട്ടക്കാരൻ വളഞ്ഞപടി ബാലൻ സേട്ടൻ. തങ്കം, തങ്കത്തിന്റെ മനസ്സിൽ അതായിരുന്നു അല്ലേ? നീയും അവനും തമ്മിലുള്ള പ്രേമം ഈ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്തായാലും ഞാൻ ബാലൻ സേട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. രാഘവൻ സേട്ടാ, ബാലൻ സേട്ടനോട് ഇവിടെ വരെ കൊണ്ട് വരാൻ പറയൂ. അച്ഛനെ ധിക്കരിച്ച മകൾക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല. കടക്ക് പുറത്ത്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ പോകത്തെ. അസംബന്ധം കാണിക്കുന്നു. രാജശേഖരൻ തമ്പിയുടെ വീട്ടിൽ കയറി വന്ന് വാഴ തട്ടിക്കളയുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ ലാജിക്ക് നോക്കണമായിരുന്നു. ഒരു വാഴ സുൽക്കുമ്പോൾ എന്തിനാണ് ലാജിക്ക് നോക്കുന്നത്? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥയാണ്. അവിടെ പച്ചക്കളറുള്ള വാഴയ്ക്ക് എന്താണ് കാര്യം? അത്ര നിർബന്ധമായിരുന്നെങ്കിൽ ഈ വാഴക്ക് കറുപ്പ് പെയിന്റ് അടിച്ച് വെക്കാൻ പഠിക്കണമായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഈ തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയി. അല്ലേത്ര നിങ്ങൾ എന്താണ് മറക്കാത്തത്? അതെന്തിനാണ് നീ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഇവിടെ പറയാതെ പുറത്തുപോയി പറഞ്ഞാൽ ആര് ചിരിക്കാനാണ്? ഇവിടെയും ആരും ചിരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് പോലും മനസ്സിലായില്ല. പിന്നെങ്ങനാണ് ഇവർ ചിരിക്കുന്നത്? എന്തിനാണ് എന്നെ വിളിച്ചത്? അത് പറയും. രാജശേഖരൻ തമ്പിയുടെ കിണറ്റിൽ വീണ് കിടക്കുന്ന പുളിയെടുക്കാൻ. അങ്ങനാണെങ്കിൽ ആ പുളിയെ ഞാനൊന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം.
കിണറ്റിൽ നോക്കി ചിരിക്കാൻ അതിൽ ഫലമല്ലല്ലോ കിടക്കുന്നത്, പുളിയല്ലേ? അതല്ല, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ചോദിച്ചാൽ ദാ ഇങ്ങനെ ഇരിക്കുന്നു. രാവിലെ കട്ടൻ പിടിയും വലിച്ച് കാട്ടിക്കേറി എങ്ങനെ ഇരിക്കുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. വീട്ടിൽ കയറി വന്ന് അശ്ലീലം പറയുന്നു. കാട്ടിക്കേറി അശ്ലീലം കാണിക്കാം. ഞാൻ പറയുന്നതിനാണ് കുഴപ്പം. അശ്ലീലത്തെ പിടിച്ച് കളിക്കാതെ വന്ന കാര്യം പറയും. വന്ന കാര്യം ഞാൻ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഈ തലയിൽ ഇനി എവിടെ കഷറ്റി വരാനാണ്? രാജശേഖരൻ മുതലാളി, ഇങ്ങനെ മകൾ തങ്കത്തെ എനിക്ക് വിവാഹം കെട്ടിച്ചു തന്നാൽ ഈ പുളിയെ എടുത്ത് ഞാൻ പുറത്തിടും. വേട്ടക്കാരാ? എന്താണ്? രാജശേഖരൻ തമ്പിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു? മുഖത്ത് നോക്കി പറയാൻ ധൈര്യമല്ല വേണ്ടത്, നാക്കാണ്. അതെനിക്കുണ്ട്. ഈ നാക്കെന്താണ് സുമന്നിരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കളർ മിഠായി മേടിച്ച് തിന്നു. അപ്പൊ നിനക്കും ലോജിക്കില്ല. കളർ മിഠായി അല്ല, കറുപ്പ് മിഠായി വാങ്ങിച്ച് തിന്നണമായിരുന്നു. കറുപ്പ് മിഠായി. അത് ശരിയാണല്ലോ, ആ കാര്യം ഞാനും മറന്നുപോയി. അപ്പൊ നീ ഇവിടെ വന്നത് വെറുതെയല്ല. രാജശേഖരൻ തമ്പിയെ കളിക്കവിള. കളിക്കബള തിരുവനന്തപുരത്ത് അപ്പുറത്ത്. അതല്ല, ഞാനും മറന്നുപോയെന്നാണ് പറഞ്ഞത്. വന്ന കാര്യം മറന്നു പോകാതെ പുളിചെടുക്കാൻ നോക്കി. പുളിയനാണ് എടുക്കാം മുതലാളി. പക്ഷേ നിങ്ങളുടെ മകൾ തങ്കത്തെ എനിക്ക് വിവാഹം കെട്ടിച്ച് തരേണ്ടി വരും. എന്ത് പറയുന്നു? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കൻ. രാവിലെ നീ എന്ത് കടിച്ചു? രാവിലെ ഞാൻ ചക്കക്കുരു പുഴുങ്ങി കളിച്ചു. ഉച്ചക്ക് നീ എന്ത് കടിച്ചു? ഉച്ചക്ക് ഞാൻ ചക്ക പുഴുക്ക് കഴിച്ചു. വൈകിട്ട് നീ എന്ത് കടിക്കും? മിച്ചമുള്ള ചക്കക്കുരു അടുപ്പിലിട്ട് സുട്ട് കഴിക്കും. ഇതിലും ഭേദം നീ ഒരു പ്ലാവ് പിടിക്കുന്നതായിരുന്നു. മുതലാളി, 3 നേരം ചക്കപ്പുടുക്ക് കടിച്ചിട്ട് കിടക്കുന്ന ഇവൻ എവിടെ കിടക്കുന്നു? പുട്ടും പടവും കടിക്കുന്ന ഞാൻ എവിടെ കിടക്കുന്നു? ഉച്ചയ്ക്ക് ഞാൻ ചോറിന്റെ കൂടെ എന്താണ് കഴിക്കുന്നതെന്ന് നിനക്കറിയാമോ? എനിക്കെങ്ങനെയാണ് നിങ്ങൾ കളിക്കുന്നത് അറിയാൻ പറ്റുന്നത്? പച്ചമോറ്. രാജശേഖരൻ നമ്പിയുടെ മോളെ കല്യാണം കെട്ടിക്കളിഞ്ഞാൽ സുഖമാണല്ലോ. പച്ചമോറും കൂട്ടി തിന്നാമല്ലോ. ആ വേള നിന്റെ മനസ്സിലിരിക്കട്ടെ. രാജശേഖരൻ മുതലാളി എന്റെ പട്ടിണിയെ പരിഹസിക്കരുത്. ഇവിടെ വന്ന് ദാരിദ്ര്യം പറയരുതേ. ഇത് രാജശേഖരൻ നമ്പിയുടെ വീടാണ്. ഈ നാട്ടിൽ ഒരേ ഒരു സൈക്കിളുള്ള മുതലാളി ഞാൻ മാത്രമാണ്. ഞാൻ പറഞ്ഞു കളിഞ്ഞല്ലോ, നിങ്ങളുടെ മകളെ വിവാഹം കെട്ടിച്ച് തന്നാൽ പുളിയെ ഞാൻ പിടിച്ച് പുറത്തിടാം. പിന്നെ ഈ പുളിയെ ഞാൻ വെടിവെച്ച് കൊള്ളില്ല. എന്താണ് തോക്കിൽ ഉണ്ടയില്ലേ? ഉണ്ടയില്ലാത്ത കൊണ്ടല്ല, ഞാൻ എപ്പോഴും ലാജിക്ക് നോക്കുന്നവനാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പുളിയെ വെടിവെച്ചാൽ ചുവപ്പ് ചോര തരും. അതുകൊണ്ട് ഞാൻ പുളിയെ വെടിവെക്കില്ല. പുളിയെ വെടിവെച്ചാൽ ചോരയല്ലാതെ പിന്നെ പണിനീര് വരുമോ? മണ്ടശിരോമണി. ശരി, ഞാൻ പുളിയെ പിടിക്കാം. എനിക്കൊരു വലിയ കയറി വേണ്ടി വരും. വെടിവെച്ചിട്ട് തൂക്കിക്കൊള്ളാനാണോ? അല്ല, ചത്ത പുലി തനിയെ കയറി വരില്ലല്ലോ, വലിച്ചു കയറ്റേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ കയറ് നാം തന്നെ എടുക്കണമായിരിക്കും. വേണ്ട, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ പോയി എടുത്താൽ മതി. അത് ശരിയാണ്. നീ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവില്ലേ? സാരമില്ല, രാവിലെ ഞാൻ ചക്കപ്പുഴുക്കാണ് കഴിച്ചത്. ഒറ്റക്ക് നിന്ന് പുഴുങ്ങാനും എനിക്കറിയാം. ഒരു കയറും കുയറും. പോയിട്ട് വരി. തങ്കം, എന്റെ ബാലൻസ് സീറ്റാ. അതിന് ഞാൻ ബസ്സിലെ കണ്ടക്ടർ ഒന്നുമല്ലല്ലോ. എന്താണ് അങ്ങനെ പറഞ്ഞത്? ബാലൻസ് തരാൻ. അതല്ല, ചേട്ടനെ ഞാൻ ബാള എന്ന് വിളിച്ചതാണ്. തങ്കം, എന്താണ്? ഞാൻ എങ്ങനെയാണ് ഒരു വേട്ടക്കാരനായി എന്ന് തങ്കത്തിന് അറിയുമോ? കുറെ നാളുകളായി നാനും ഇത് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. പറയും. എന്റെ അപ്പുപ്പൻ കാരണമാണ് ഞാനൊരു വേട്ടക്കാരനായത്. എന്റെ അപ്പുപ്പൻ വലിയ വേട്ടക്കാരനായിരുന്നു. ഒരു ദിവസം ഒരു നാട്ടിൽ അപ്പുപ്പന്റെ ഒരു പുലി ഇറങ്ങി. അപ്പുപ്പൻ ആ പുലിയെ കൊള്ളാൻ എന്ത് ബുദ്ധിയാണ് പ്രയോഗിച്ചെന്ന് അറിയുമോ തങ്കം? എന്താണ്? ഒരു ആടിനെ കൊണ്ട് കെട്ടിയിട്ടിട്ട് ആടിന്റെ ദേഹം മൊത്തം മണി കൊണ്ട് കെട്ടി. മണിക്കിലുക്കം കേൾക്കുമ്പോൾ പുലി വരുമല്ലോ. പുലി വന്ന് മണിയോടുകൂടി ആടിനെ തിന്നു. അത് കഴിഞ്ഞ് പുലി ഓടുമ്പോൾ വയറ്റിക്കിടന്ന് മണി കിലുങ്ങുമല്ലോ. അപ്പുപ്പൻ മണി കിലുങ്ങുന്ന ഭാഗത്തേക്ക് ഒറ്റ വെടി. എന്നിട്ട് പുലി സത്തോ? ഇല്ല, ബോംബെ വിട്ടായി വിൽക്കാൻ വന്ന ബംഗാളി സത്ത്. എന്നിട്ട് അപ്പുപ്പൊലിപ്പ ഇവിടെ ബീഹാർ. അതെന്തിനാണ് ബീഹാറിൽ പോയത്? ബംഗാളികളെ കൊന്നാൽ ജയിൽ ബീഹാറിലാണ്. അത് നീ മറക്കരുത്. തങ്കം, എന്താണ്? എനിക്ക് നിന്നോട് ഒരു അതീവ രഹസ്യം പറയാനുണ്ട്. എന്താണത്? അത് വേറൊന്നുമല്ല, നീ അത് കേട്ട് കഴിയുമ്പോൾ ആ കയറ്. ഈ കയറിന് നീളം പോരാ, കുറച്ചുകൂടെ വലിയ കയർ കൊണ്ടുവരേണ്ടി വരും. വലിയ കയറെടുക്കണമായിരുന്നെങ്കിൽ നീ നേരത്തെ പറയണമായിരുന്നു. നേരത്തെ പറയാൻ ഞാൻ ജാൽസ്യനൊന്നുമല്ല. പോയി എടുത്തേണ്ടി വരും. അതിനും ഞാൻ തന്നെ പോകണമായിരിക്കും. അല്ല, പിന്നെ എനിക്ക് പോകാൻ പറ്റുമോ? തങ്കം, എന്താണ് ബാലൻസ്? രഹസ്യം കേട്ട് നീ ചിലപ്പോൾ ഞെട്ടും. എന്താണത്? എന്നാലും ഞാനത് പറയാം. ആ നീളമുള്ള കയറ്.
ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത്. എന്താണ്? നിങ്ങൾക്ക് കയറുമായി കുറച്ച് താമസിച്ച് വന്ന എന്താണ് കുഴപ്പം? കണ്ടു നിൽക്കാതെ പുളിയെടുക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, പുലിയെ ഞാൻ എടുത്ത് പുറത്തിടാം. പക്ഷേ നിങ്ങളുടെ മകൾ തങ്കത്തിനെ എനിക്ക് വിവാഹം കെട്ടിച്ച് തരേണ്ടി വരും. അത് ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പുലിയെ എടുക്കുമായിരിക്കും, പക്ഷേ ഒരു കാരണ പോലും നിനക്ക് ഞാൻ തരില്ല. അച്ഛാ, ബാലൻസ് സെറ്റിനോട് അങ്ങനെയൊന്നും പറയരുത്. തങ്കം, നീ മിണ്ടരുത്. വേണ്ട തങ്കം, വേണ്ട. എനിക്ക് വേണ്ടി നീ എന്റെ അച്ഛനുമായി തമ്മിത്തള്ളണ്ട. ഇയാൾ അല്ലെങ്കിലും മറു പിശുക്കനാണെന്ന് എനിക്കറിയാം. ഇയാളുടെ പിശുക്ക് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കേൾക്കണോ നാട്ടുകാരെ ഇയാളുടെ പിശുക്ക്? ഇയാൾ ഓരോ ഏത്തപ്പഴം ഒരാഴ്ച കൊണ്ടാണ് തിന്നുന്നത്. പകുതി കടിച്ചിട്ട് ബാക്കി റബ്ബർ ഇട്ട് വെക്കും. വെക്കും. അങ്ങനെ റബ്ബറിട്ട് പൊതിഞ്ഞ് കെട്ടിവെച്ചിട്ടാണ് രാജശേഖരൻ തമ്പി ഇതെല്ലാം ഉണ്ടാക്കിയത്. സൈക്കിൾ പറ വാങ്ങിച്ചത് ഞാൻ അങ്ങനെയാണ്. അങ്ങനാണെങ്കിൽ ഞാനും എനിക്ക് ഏത്തപ്പഴം പകുതി കടിച്ചിട്ട് റബ്ബർ ഇട്ട് വെക്കും. അതെന്തിനാണ്? എനിക്കും ഉണ്ടാക്കണം ഒരു സൈക്കിൾ. ഓഹോ, അത് ശരി. അപ്പൊ രാജശേഖരൻ തമ്പിയുടെ കുട്ടൻസ് നീ കണ്ടുപിടിച്ചു. അനാവശ്യം പറയരുത്. എന്താണ് നിങ്ങളുടെ കുട്ടൻസ് എപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത്? അങ്ങനെ ചോദിച്ചാൽ ഞാനെന്ത് പറയും? ഞാൻ പറഞ്ഞല്ലോ, തങ്കത്തിന് എനിക്ക് വിവാഹം കളിയാണെങ്കിൽ ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റത്തില്ല. ഈ പുലി ഇതിൽ കിടന്ന് സത്താലും ഞാൻ അതിന് സമ്മതിക്കില്ലടാ. വിളിച്ചു വരുത്തിയിട്ട് വളഞ്ഞ വഴി വാളനെ അപമാനിക്കുന്നു. തങ്കം, ഒരു നിമിഷം ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഞാൻ പോകുന്നു. അയ്യോ, ബാലൻസ് സെറ്റൻ പോകരുതേ, പോകരുത് ബാലൻസ് സെറ്റാ. ഈ സ്നേഹത്തിന്റെ മുമ്പിലാണ് ബാലൻ എപ്പോഴും മുട്ടുമടക്കിയിട്ടുള്ളത്. പക്ഷെ ഇനി ഞാൻ മുട്ടുമടക്കില്ല. അതെന്താണ്? ഇരട്ട തെന്നിപ്പോകുന്നത് ഡാക്ടർ പറഞ്ഞിട്ട്. നീ ഇവിടെ നിന്നാൽ ആ സിരട്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും. ബാലൻസ് സെറ്റിനോട് അങ്ങനെ പറയരുത് പറഞ്ഞില്ലേ അച്ഛാ? തങ്കം, നീ ഇതിലിടപെടരുത്. ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല. നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പോകുന്നു. പോകരുത് ബാലൻസ് സെറ്റാ, പോകരുത്. പോയാൽ ഞാൻ ഈ കിണറ്റിൽ ചാടി മറിക്കും. തങ്കം, സത്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഞാൻ 3 തവണ എണ്ണും. അപ്പോഴേക്കും ബാലൻസ് സെറ്റൻ കിണറ്റിൽ ചാടണം, അല്ലെങ്കിൽ ഞാൻ എടുത്ത് ചാടും. ആരാ നീ ചാടിയാൽ നിന്നെ ഞാൻ ചാടിപ്പിടിക്കും. ഞാൻ എണ്ണാൻ പോകുന്നു. 1, തങ്കം, 2, പറ. 3. അയ്യോ, ചാടരുത്. അയ്യോ, അയ്യോ. ബാലൻസ് സെറ്റാ, ബാലൻസ് സെറ്റാ, അച്ഛൻ കിണറ്റിൽ ചാടി. ബാലൻസ് സെറ്റാ, അച്ഛനെ രസിക്കൂ. കുറച്ചു നേരം പുള്ളി കിണറ്റിടുന്ന് റെസ്റ്റ് എടുക്കട്ടെ. തങ്കം, എന്താണ് ഈ പറയുന്നത്? എന്റെ അച്ഛനാണ് കിണറ്റിൽ കിടക്കുന്നത്. നീ പേടിക്കണ്ട. നിന്റെ അച്ഛനെ പുലി ഒന്നും ചെയ്യില്ല. അതെന്താണ് ഇത്ര ഉറപ്പ്? വളഞ്ഞ വടിവാളം വന്നിട്ടുണ്ടെന്ന് പുലിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയാതെ എന്റെ അച്ഛനെ പുലിയിൽ നിന്ന് എടുക്കൂ. എന്തിനാണ്? കുറച്ചു നേരം ആ സമയം നമുക്ക് സ്നേഹസല്ലാപം നടത്താം. തങ്കം, എന്താണ് ഈ പറയുന്നത്? എന്റെ അച്ഛൻ കിണറ്റിൽ കിടക്കുമ്പോൾ എന്നോട് സ്നേഹസല്ലാപം നടത്തുന്നു. ഞാൻ ഈ സേട്ടനോട് മിണ്ടില്ല. എന്നോട് മിണ്ടാൻ വരണ്ട. തങ്കം, വേണ്ട. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരുകില്ലേ നീ? പലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ? തങ്കം, ബാലൻസേട്ടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നമ്മൾ തമ്മിൽ വിവാഹം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എവിടെ കൊണ്ടുപോകുമെന്ന് അറിയാമോ? കക്ഷത്തിൽ. കക്ഷത്തിലല്ല, അത് നിന്റെ അച്ഛനാണ്. മനസമാധാനമായി സ്നേഹിക്കാൻ പോലും പുള്ളി സമ്മതിക്കില്ല. പറയും. തങ്കം, എന്താണ്? എനിക്ക് നിന്റെ കൈ കൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വെച്ചുണ്ടാക്കി തരുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടന് ഞാൻ ആദ്യമായി ഉണ്ടാക്കി തരുന്നത് മലമ്പാമ്പ്. മലമ്പാമ്പോ? മലമ്പാമ്പ്, കുളയട്ട, തേരട്ട എല്ലാം ഈ കിണറ്റിലുണ്ട്. എന്തോ നാശമാണെന്ന് പറ. മനുഷ്യനെ മനസമാധാനമായി കുറച്ചു നേരം സല്ലപിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ. ബാലൻസേട്ടാ, അച്ഛനെ എങ്ങനെയെങ്കിലും രസിക്കൂ. ഞാൻ കുറച്ചു നേരം കണ്ണടച്ച് നിന്നാൽ എനിക്കൊരു ചുംബനം തരാൻ പറ്റുമോ? പല്ലുകൊള്ളും പുളിയെ മാറി നിൽക്കുന്നു. കഷ്ടമാണെന്ന് പറയരുത്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നിന്റെ അച്ഛനെ പുറത്തെടുക്കണമെന്നാണ് പറയുന്നത്. പുറത്തെടുക്കണം ബാലൻസേട്ടാ. പുറത്തെടുത്താൽ നമ്മുടെ കല്യാണത്തിന് ഇയാൾ തടസ്സം നിൽക്കും. ഞാനൊരു കാര്യം ചെയ്യാം. എന്താണത്? നിന്നെ എനിക്ക് ഇവിടെ വെച്ച് തന്നെ വിവാഹം കല്യാണം കഴിക്കാൻ തോന്നുകയാണ് തങ്കം. അതിന് താളി എവിടെ? ഇത് കണ്ടില്ലേ താലി? 2ാം ക്ലാസ് മുതൽ കൂടെ കൊണ്ട് നടക്കുകയാണ്. എവിടെ വെച്ച് നിന്നെ കണ്ടാലും ഓടിച്ചിട്ട് കെട്ടാൻ. കെട്ടി. ഇപ്പൊ തന്നെ ഞാൻ കെട്ടും. തങ്കം, എന്താ അങ്ങനെ നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. എത്ര കാലം കൊണ്ട് നമ്മൾ കാത്തിരുന്ന സ്വപ്നമാണിത്. ബാലൻ,
ബാലൻസേട്ടാ അച്ഛനെ പുളി പിടിച്ചു. അച്ഛനെ പുലിയല്ല പിടിച്ചത്, പുലിയെ അച്ഛനാണ് പിടിച്ചത്. എന്തിനാണ് ഒരു ഘട്ടത്തിൽ 2 പുലി? ഒരാളുടെയും സഹായമില്ലാതെ, ഒരു വേട്ടക്കാരന്റെയും സഹായമില്ലാതെ ഞാൻ പുലിയെ കൊന്നു. രാജശേഖരൻ തമ്പി. ഒരിക്കലും നടക്കില്ല രാജശേഖരൻ തമ്പി മുതലാളി. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ആ പുലിയെ നിങ്ങൾക്ക് കൊള്ളാൻ കഴിയില്ല. അതെന്താണ്? അത് ഒരു ഡമ്മി പുലിയാണ്. പുലിയോ? അതെ, ചുമ്മാതെയല്ല. പുലിയുമായി ഞാൻ മൽപ്പിടുത്തം നടത്തിയപ്പോൾ പുലി പ്രതികരിച്ചില്ല. ബാലൻസേട്ടാ ഇത് ഡെമ്മി പുളിയാണെന്ന് ബാലൻസേട്ടൻ എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ഇന്നലെ ഈ നാട്ടിൽ പുലി ഇറങ്ങിയപ്പോൾ ആ തക്കത്തിന് ഞാനൊരു ഡമ്മി പുലിയെ കൊണ്ട് ഈ കിണറ്റിലിട്ടു. എനിക്കറിയാം ഈ നാട്ടിൽ നാണേ ഉള്ള ഒരേ ഒരു വേട്ടക്കാരൻ. ആ ഗ്യാപ്പിന് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാനും പറ്റും. എങ്ങനെ കൊണ്ട് തങ്കം എന്റെ ബുദ്ധി? ബാലൻസേട്ടന്റെ ഒരു ബുദ്ധി പാടാ. അല്ല, വളഞ്ഞ വഴി ബാലൻ. ദം ദം ദം